അമ്മ ഞാൻ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണം. തിരിച്ചു വന്നാ മതി. പോയിട്ട് തിരിച്ചു വരാതിരിക്കാനേ ഞാൻ ബെർമുഡ ട്രയാങ്കിളിന്റെ ആഴൊളക്കാൻ പോണല്ല, സ്വിറ്റ്സർലാൻഡിലോട്ടാണ് പോണത്. നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ ഇപ്പൊ പറയണം, അല്ല ഞാൻ പോയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് കൊണാന്ന് കിടന്ന് പറയല്ലേ. എവിടെ ഉണ്ട് 2 തൈ വെച്ച് വാങ്ങിച്ചോണ്ട് പറഞ്ഞ എല്ലാത്തിന്റെയും ഒന്ന് പോരെ, ഈ 2 ഇത് ആർക്കാണാവോ? അത് ഒരെണ്ണം കുടുംബശ്രീയിൽ അമ്പയ്ക്ക് കൊടുക്കാൻ. അവക്ക് കണ്ണിന് കാഴ്ചക്ക് മാത്രമല്ല പവർ, മറ്റേ സാത്താന്റെ കണ്ണുണ്ട്. ഈ വിളൈ അത് തന്നെ. അവളെങ്ങാനും ആ പൂവിനെ ദംശിച്ചോണ്ടല്ലോ വെട്ടിട്ട ഭയത്തോണ്ടാണ് കിടക്കും. നീ എന്താണ് ഒറ്റ മോനായി പോയത്? എന്റെ കെട്ടിയോനെ അവള് ദംശിച്ച് അങ്ങേരിപ്പ വെട്ടിട്ട ഭയത്തോണ്ടാണ് കിടക്കുന്നത്. എന്റെ ചെടിക്ക് ഇനി ആ ഒരു അവസ്ഥ വരാൻ പാടില്ല, അതുകൊണ്ടാണ്. അമ്മ നിങ്ങളെ പൂവും ചെടിച്ചട്ടി ഒന്നും ആ ഫ്ലൈറ്റിൽ കയറ്റി വിടൂല. അതെന്ത് ഫ്ലാറ്റിൽ കയറ്റാത്തത്? നീ ഒരു കാര്യം ചെയ്യാം, സ്വിറ്റ്സർലാൻഡിലെ കുടുംബശ്രീ യൂണിറ്റിലെ നമ്പറിങ് എടുത്ത് നന്നായി. നമ്മളെ പ്രസിഡന്റ് സുമയെ കൊണ്ട് വിളിപ്പിക്കാം. അവര് പറഞ്ഞാലേ അവർക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല, ഒക്കെ അത്രയും ഹോൾഡ് ആണ്. അവിടെ സ്ട്രിക്റ്റ് റൂൾസ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സുമയ്ക്ക് തേവയേ ഇല്ല. മൈ ലൈഫ് മൈ റൂൾസ്, അതാണ് സുമയുടെ ആപ്തവാക്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുമയെ കൊണ്ട് വിളിപ്പിച്ച് പറ. അയ്യോ പൊന്നുമോനെ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിട്ടുപോയി. 2 മീൻ ചട്ടി വാങ്ങിച്ചോണ്ട് ഗ്യാസിൽ വെക്കുന്ന അടുപ്പിൽ വെക്കണം, മറന്നുപോവല്ലേ? അതെങ്ങാനും മറന്നു നിന്നെ കൊന്ന കമ്പനി ഞാൻ അറിയും. ഇതിനെക്കാളും ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് മരിക്കാനാണ് നല്ലത്. ഹാപ്പി ജേർണി. പിന്നെ മോനെ, ചാണക കളർ പച്ച നൈറ്റിൽ ചുമന്ന കളർ അടിച്ച റോസ് കളർ നൈറ്റ് വാങ്ങണേ മറന്നുവല്ലേ?